ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യമ്മി യമ്മി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്, ചിയ സീഡ് പുഡിങ്. അതിനായി ആദ്യമായി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചിയ സീഡാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് കുതിർന്ന് കിട്ടാനാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂണോളം ചിയ സീഡാണ് ആഡ് ചെയ്യുന്നത്. ഈ സീഡ് നമുക്കിപ്പോൾ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ഒരുപാട് ന്യൂട്രിയൻസ് ഗുണങ്ങളുള്ള ഒരു സീഡാണിത്. ഇനി ഒരു ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം സിനമൺ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പോ ഹണിയോ ചേർക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സിറപ്പ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലത്തേക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ സിറപ്പ് റെഡിയായി. ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. അതൊന്ന് കുതിർന്ന് കിട്ടുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാഷ്നട്ട്സും ആൽമണ്ട്സും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബനാനയും കുറച്ച് ചെറിയും പിന്നെ ഒരു ആപ്പിളും ആണ് ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് സിറപ്പും ഈ ഫ്രൂട്ട്സും കൂടെ ആയിട്ട് ഓരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിൽ കുറച്ച് നേരം ഇത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ സിറപ്പ് റെഡിയാവും. അപ്പോൾ വേണമെങ്കിൽ എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചിയ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രോട്ടീനും ഫൈബറും ഒക്കെ ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു സീഡാണിത്. വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവരിപ്പം ഒരുപാട് പേരും ചിയ സീഡ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒന്ന് സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ചേർത്തത് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ലെയറായിട്ട് നമ്മൾ ഫ്രൂട്ട്സും ആ സിറപ്പും കൂടെ ആയിട്ട് നമ്മൾ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. സിറപ്പും കൂടെ ഒഴിച്ചു. ബാക്കി ഉള്ള ഫ്രൂട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇനി അവസാനമായിട്ട് കുറച്ച് നട്ട്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ നമ്മുടെ റെസിപ്പി റെഡിയാവുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.